ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് ഷോപ്പിങ്ങിന് പോവുകയാണ്. അതിനു മുമ്പ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ലഞ്ച്. ഉച്ച ആയതുകൊണ്ടേ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തിട്ടില്ല, പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഹൈദരാബാദിലെ എൻ്റെ ഒരു ഫേവറേറ്റ് ചൈനീസ് റെസ്റ്റോറൻ്റ് ആട്ടോ. ഇവിടെ കയറാമെന്ന് വെച്ചപ്പോഴാണ് ഇവിടെ ബഫറ്റ് ഉണ്ട്, എന്ന് വെച്ചാൽ വർക്കിംഗ് ഡേയ്സിൽ ബഫറ്റ് ഉണ്ടെന്ന് കേട്ടു. വെച്ചാൽ 599 ആണ് 2 പേർക്ക്. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് അങ്ങനെ വലിയ സംഭവമൊന്നും അല്ല, എന്നാലും ചെറിയ രീതിയിൽ ബഫറ്റ് അൺലിമിറ്റഡ് ആണ് ഫുഡ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് കയറാമെന്ന് വിചാരിച്ചു. ഒരു 5-6 സ്റ്റാർട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. 2 ഡ്രൈ ഐറ്റംസ്, ഒന്ന് ഫിഷിൻ്റെ ഒന്ന് ചിക്കൻ്റെയും, പിന്നെ 2 സൂപ്സ്, ഫ്രൈഡ് നൂഡിൽസും പിന്നെ മോമോസും. തരക്കേടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു എമൗണ്ടിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് അത് തരക്കേടില്ലാത്തൊരു ഓഫർ തന്നെയായിരുന്നു. പിന്നെ ഡെസേർട്സ് ആയിട്ട് ഐസ്ക്രീമും പിന്നെ 2 സ്വീറ്റ്സും, ഒന്ന് നമ്മുടെ 6ാം നമ്പർ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ലുലു മോളിൽ പോകാനുണ്ട്. ലുലു മോൾ എന്ന് വെച്ചാൽ ഹൈപ്പർ മാർക്കറ്റിലാണ് പോകാനുള്ളത്. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ എന്തൊക്കെയാ ഐറ്റംസ്, മീൻസ് നമ്മുടെ നാട്ടിലെ ഐറ്റംസ് ഉള്ളതെന്നുള്ളത് കണ്ടു വെച്ചിട്ട് വേണം പോകണമെങ്കിൽ. എന്നാൽ പിന്നെ നാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ എണ്ണം കുറയ്ക്കാമല്ലോ. ഞാൻ ലുലുവിൽ പോകാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. മുമ്പ് ഞാനിവിടെ ഹൈദരാബാദിൽ വന്നപ്പം പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്തോ കുറേ സാധനങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ ഈ അടുത്ത് ഒരു മാസം മുമ്പ് ഞാൻ പോയപ്പം കുറേ സാധനങ്ങൾ നാട്ടിൽ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. 1-2 സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ കണ്ടു വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പൊടികളൊക്കെ നോക്കണം എന്നുണ്ടായിരുന്നു. നമ്മുടെ പത്തിരിപ്പൊടി പിന്നെ അപ്പം പൊടി, ഇതൊക്കെ നാട്ടിൽ നിന്നാണ് ഞാൻ ഇത്രയും കാലം കൊണ്ടുവന്നത്. അപ്പം പിന്നെ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ചില ബ്രാൻഡ്സ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറ്. എനിക്കതാണ് ഓക്കെ ആയിട്ട് തോന്നിയത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നായിരുന്നു. ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ മീൻ എന്തോ നാട്ടിലെ മീനിൻ്റെ അത്ര ഒരു ടേസ്റ്റ് തോന്നാത്തതുകൊണ്ട് മീൻ അങ്ങനെ മേടിക്കാറില്ല. ഞണ്ട് മേടിച്ചപ്പം ഒരു തവണ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നാട്ടിൽ പോകുമ്പം അവിടുന്ന് കഴിക്കാൻ പറ്റുമല്ലോ. പിന്നെ കുറച്ച് മസാല പൊടികളൊക്കെ നോക്കണം. ഈ മീറ്റ് മസാല, പിന്നെ പെരിഞ്ജീരകപ്പൊടി ഞാനിവിടെ കണ്ടിട്ടില്ല കേട്ടോ. ഉലുവപ്പൊടി ഉണ്ടായിരുന്നു, പെരിഞ്ജീരകപ്പൊടി ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ മീറ്റ് മസാല ഇവിടെ ഉണ്ട്, അതുകൊണ്ട് അത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഒക്കെ നമുക്ക് സാധാരണ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പൊടികളൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നാട്ടിലെ വെളിച്ചെണ്ണ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ കോക്കനട്ട് അല്ലാതെ ഇല്ല, കേര ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇവിടെ കിട്ടിയിട്ടില്ല. ഇപ്പം നാട്ടിൽ നിന്ന് എന്തായാലും അത് കൊണ്ടുവരേണ്ടി വരും ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഐക്കിയയ്ക്ക് പോവാണ്. ഉച്ചനേരം ആയതുകൊണ്ടേ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു കേട്ടോ. ഐക്യ ഉള്ളത് ഹൈടെക് സിറ്റിയിലാണ്. എനിക്ക് ഹൈദരാബാദിൻ്റെ ഈ ഒരു സൈഡ് ഭയങ്കര ഇഷ്ടമായിട്ട്, ഇങ്ങനെ ഈ ചുറ്റും 2 സൈഡിലും ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐക്യയിൽ വരാൻ. ഞങ്ങൾക്കൊരു തറവാട് പോലെയാണ്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഞങ്ങളിവിടെ വരാറുണ്ട് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, ഇത് കുഷ്യൻസ് ആണ്. എല്ലാ ആഴ്ചയും അവർ ഇവിടുത്തെ പ്രോഡക്ട്സ് ഇങ്ങനെ ഐറ്റംസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. ഇത്തവണ അത് കുഷ്യൻസ് ആണ് അവർ ഇട്ടത്. ഐക്യ എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണണം എന്ന് ആഗ്രഹമുള്ളവർ കയറി കണ്ടോളൂ. ഞാനിവിടെ മുകളിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഞങ്ങൾ ഇന്ന് വന്നത് കുറച്ച് ഫേർണിച്ചേഴ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സോഫയുടെ ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും. ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത് 17,000 ആണ് സോഫയ്ക്ക്. ഐ മീൻ 3 സീറ്ററിന്. ഞങ്ങൾ റിക്വയർമെൻറ്റ് 3 സീറ്റർ ആയതുകൊണ്ട് അത് മാത്രമാണ് ഞങ്ങൾ നോക്കിയത്. ഇതാണ് കേട്ടോ 17,000 സോഫ. നല്ല കംഫോർട്ടാണ് ഇരിക്കാൻ. ഇതാണ് ഞാൻ പറഞ്ഞ 1.5 ലാക്കിൻ്റെ സോഫ. 1.5 ലാക്കിനൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ നല്ല സുഖമാണ് ഇരിക്കാൻ, ഭയങ്കര കംഫോർട്ടാണ്. പിന്നെ കാണാനും നല്ല സ്റ്റൈലുണ്ട്. ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളും ഒക്കെ ഐക്യയിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ മിററൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ചുമ്മാ അതൊക്കെ എനിക്കിങ്ങനെ അത് ക്യാപ്ചർ ചെയ്യാൻ തോന്നും. അതിൻ്റെ ഒരു ഹോബിയാണ്. പിന്നെ ഞങ്ങൾ നോക്കിയത് TV സ്റ്റാൻഡാണ്. ഞങ്ങൾക്ക് ചെറുത് മതി. ഇത് ഞാൻ ജസ്റ്റ് നോക്കിയെന്നാൽ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇത്ര ഞങ്ങൾക്ക് ആവശ്യം വരുന്നില്ല. ഒരു 150 സെൻറ്റിമീറ്ററിൻ്റെ ഒക്കെ മതിയായിരുന്നു കേട്ടോ. പിന്നെ ബെഡ് സൈഡ് ടേബിൾ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ബെഡ് സൈഡ് ടേബിളും നോക്കി. പിന്നെ അല്ലാത്ത ഷെൽഫും ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒന്ന് നമുക്ക് പ്രൈസ് റേഞ്ചിൽ പിന്നെ ഇഷ്ടമുള്ളതും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. പല ഫിനിഷിംഗ് ഉള്ളതും ഉണ്ട്, വുഡനും ഉണ്ട്, അല്ലാത്തതും ഒക്കെ ഉണ്ട്. ഭയങ്കര ഒരു ഈസാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ഡോറും പിന്നെ ഡ്രോവേഴ്സും ഒക്കെ തുറക്കുമ്പോൾ
കാണാൻ നല്ല ഭംഗിയായിരിക്കും. കൂടുതലും ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെച്ചാൽ കാണാൻ ഭംഗിയുള്ളത്, നമുക്ക് യൂസ്ഫുൾ മാത്രമല്ല കാണാൻ ഭംഗിയുള്ളതും ഉണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. ഇതെനിക്കൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ ഞാനിങ്ങനെ പൊക്കി നോക്കും, വില നോക്കും, പിന്നെ അവിടെ തന്നെ വെക്കുകയും ചെയ്യും. പിന്നെ ഞങ്ങൾ നോക്കിയത് ഒരു ടേബിളാണ്. ഇത് ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയിലാണ്, പക്ഷെ ഞങ്ങൾ ഓഫീസ് ടേബിൾ ആക്കാൻ ഉള്ളതാണ് ഞങ്ങൾ നോക്കിയത്. ഇത് ചെറിയ ഡ്രോവേഴ്സ് ഉള്ള ഷെൽഫാട്ടോ. ഒരു മെറ്റൽ പോലത്തെ അങ്ങനെ ഒരു മെറ്റീരിയലാണ് അത്. രസമുണ്ടായിരുന്നു. റേറ്റ് നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ ഒരു ഓപ്ഷൻ വെച്ചിട്ടോ ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വന്നു റെസ്റ്റോറൻറ്റിൽ, ഐക്കിയ തന്നെ റെസ്റ്റോറൻറ്റിൽ. ഒരു ചിക്കൻ പഫ്സും പിന്നെ ഒരു ഹോട്ട് ബീവറേജും ഒരു കോൾഡ് ബീവറേജുമാണ് ഞങ്ങൾ എടുത്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇത് നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു ഗ്ലാസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും റീഫിൽ ചെയ്യാം. പിന്നെ ഈ ഗ്ലാസ് നമുക്ക് കോൾഡ് ബീവറേജിനുള്ളതാണ്. കപ്പ് എടുക്കുകയാണെങ്കിൽ ഹോട്ട് ബീവറേജ്, അതായത് ക്യാപ്പച്ചീനോ, ലാറ്റെ അങ്ങനത്തെ സാധനങ്ങൾ. നമുക്ക് ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കോൾഡ് ബീവറേജിന് ഇഷ്ടമുള്ളത് എടുക്കാം. നമ്മളിവിടെ ജസ്റ്റ് ടേബിളിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാണേ. നമുക്ക് എന്തെങ്കിലും ഇപ്പം ഡൗട്ട്സ് ഉണ്ട് മെറ്റീരിയലിൻ്റെ കാര്യത്തിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സിസ്റ്റത്തിൽ ഒറ്റയ്ക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഞങ്ങൾ ആ ടേബിൾ എടുത്തതാണ്. ഇവിടെ എല്ലാം നമ്മൾ തന്നെ അസംബിൾ ചെയ്തിട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ പാർട്സ് ആയിട്ടാണ് അവരിവിടെ വെച്ചിട്ടുണ്ടാവുക. ഇത് ഐക്യൻ്റെ ഗോഡൗൺ ആണ്. ഷോറൂമിലുള്ള സാധനങ്ങൾ ടാഗ് നോക്കിയിട്ട് നമ്മളിവിടെ ഗോഡൗണിൽ വന്നിട്ട് സ്വന്തമായിട്ട് എടുത്തിട്ട് പോകണം കേട്ടോ. സ്റ്റാഫിനോട് പറഞ്ഞാൽ അവർ എടുത്തു തരുകയും ചെയ്യും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഒറ്റയ്ക്കാണ് ബില്ല് ചെയ്യുന്നത്. നമുക്ക് അല്ലെങ്കിൽ അതർ സൈഡിൽ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടാവും. ഇവിടെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സ്വന്തമായിട്ട് ചെയ്തിട്ട് അങ്ങ് പോകാൻ പറ്റും. നമ്മൾ ബില്ല് കാണിച്ചാൽ മതി, അവർ പ്രോഡക്റ്റ്സ് ഒക്കെ അവർ ചെക്ക് ചെയ്തിട്ടാണ് വിടുക. പുറത്തേക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾ സ്കാൻ ചെയ്തു. പിന്നെ ഇത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങളാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ ബൈക്കിലാണ് വന്നത്, അപ്പോൾ അതിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് വെയിറ്റ് അല്ലേ, ട്രാഫിക്കിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ. അതുകൊണ്ട് അവരോട് നമ്മൾ ഡെലിവറി പറഞ്ഞിട്ടുണ്ട്. ഡെലിവറിക്ക് അത്യാവശ്യം ഈ ഐറ്റംസ് കുറവാകുമ്പോൾ അവർ നല്ല ഡെലിവറി ചാർജ് ഇടും. എത്രയോ എമൗണ്ടിൽ കൂടുതൽ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പം വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ എമൗണ്ടിന്. ആ സമയത്ത് അവരത് ഫ്രീ ഡെലിവറി ആയിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് കയറിയതാണ്. ഇറങ്ങിയപ്പം 10 മണിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. എനിക്ക് ഹൈദരാബാദിലെ നൈറ്റ് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആണ് സിറ്റി കാണാൻ രാത്രിയിൽ. ഇതാണ് കേബിൾ ബ്രിഡ്ജ്. ഇത് രാത്രിയാകുമ്പോൾ അവർ ലൈറ്റ്സ് ഇടുന്നതാണ്. എനിക്ക് തോന്നുന്നു ഓരോ ദിവസം അവർ ലൈറ്റ്സ് മാറ്റും. എന്ന് വെച്ചാൽ ഒരു ദിവസം വന്ന കാണുന്ന ലൈറ്റ് ആയിരിക്കില്ല വേറെ ദിവസം. ഇത് ഹൈടെക് സിറ്റി മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. രാത്രി പകലും ഒരേപോലെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇത്. ഇതിൽ ആ ഫുട്പാത്തിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം. അവർ വന്ന് ചില്ല് ചെയ്യുന്നതൊക്കെ, ഫോട്ടോസ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.